ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഫാമിലി. അപ്പോൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ ആപ്പാൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് ഞങ്ങളൊരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി നടത്തി. ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ഷോപ്പ് ലോഡ്സിക്ക് പോയി. അവിടെ നിന്നായിരുന്നു പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു പാർട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിലെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടുവരാണെങ്കിലും എല്ലാവർക്കും ഒന്ന് ചെയ്യുക. അപ്പോൾ ഞങ്ങളൊരു 11 സംതിങ് ആയപ്പോഴാണ് അമ്മായി വിളിച്ച് ഇങ്ങനെ പരിപാടി ഉണ്ട്, പോവുക, റെഡി ആയിക്കോളി പറഞ്ഞു. പെട്ടെന്ന് തന്നെ കസിന് വന്ന് കൊണ്ടുപോയി. ഞാനും ഉമ്മയും ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയിരുന്നത്, ഓരൊക്കെ കാറിൽ അവിടെ എത്തി. അപ്പോൾ ചെറുങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ കസിൻ്റെ ബർത്ത്ഡേക്കുള്ള സ്റ്റാറ്റസൊക്കെ സെറ്റാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കറക്റ്റ് 12 മണിയാകുമ്പോൾ ഇടണം, അതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 12 മണിക്ക് കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ആപ്പാനെ കണ്ടപ്പോൾ വേഗം ആപ്പാനെ ചെന്ന് വിഷ് ചെയ്തു. ഈ മിനിറ്റ് മാത്രം ഞങ്ങൾക്കുള്ള കഴിഞ്ഞ് ഞങ്ങളെ ബർത്ത്ഡേൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്, വേഗം വിഷ് ചെയ്തു. അങ്ങനെ 12 മണി കൃത്യമായതിനെ കസിനെയും വിഷ് ചെയ്ത് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ട് അതൊരു കാര്യമാണല്ലോ. അപ്പോൾ ഓനും പ്രത്യേകം പറഞ്ഞു എല്ലാം ഇടണം. അപ്പോൾ പിന്നെ ഓൻ്റെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അപ്പോൾ ആപ്പിയും മീസും ഷിതും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്ത്. ഓനും ഞാൻ കേക്കൊക്കെ എനിക്ക് തരണം പറഞ്ഞ് ഞാൻ കേക്കൊക്കെ വാങ്ങി ഓനും കൊടുത്ത്. ഒരു ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളപ്പോൾ സ്പീക്കറിൽ. ജസ്റ്റ് ഒരു രസം, ഒരു ഫൺ, നമ്മളെല്ലാവരും കൂടിയതല്ല, അപ്പോൾ ഒരു ഫണ്ണായിട്ട് എല്ലാത്തിനുമായിട്ട് ഒരു ചെറിയൊരു പരിപാടിയാണ്. വല്ലാണ്ടൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വല്ലാണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതിന് ഓൾറെഡി വോയിസ് ഉണ്ടായിരുന്നു, പക്ഷേ കേട്ടൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് പാട്ടും പിന്നെ എക്സ്ട്രാ പിന്നെ കുട്ടികളെല്ലാവരും ഇല്ലല്ലേ, ഞങ്ങളെല്ലാവരും സൗണ്ടും നല്ല വലിയ സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒച്ചയും വിളി ആകായിട്ട് ഒന്നും പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. വീഡിയോയിൽ വല്ലാണ്ടൊന്നും വ്യക്തമാവുന്നില്ല, ആകെ പരപരായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് മാക്സിമം കട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും കേക്ക് കിട്ടിയതിൽ ആഹ്ലാദിക്കുകയാണ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കേക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വല്ലാണ്ട് കേക്ക് കഴിക്കില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പിന്നെ എന്തായാലും കേക്ക് ഇതായ നമ്മളൊക്കെ തിന്നണമല്ലോ, എനിക്കവിടെ അമ്മായി തരുന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ടെങ്കിൽ കഴിച്ചോളി എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും ചെറിയൊരു പീസ് വാങ്ങി, അതിനെ ഫുള്ള് കഴിച്ചിട്ടില്ല. എനിക്ക് കേക്കിനോടൊന്നും മധുരത്തിനോട് താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ കേക്ക് ബാക്കി അമ്മായിക്ക് കൊടുത്തു. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് പിന്നെ സെൽഫി എടുക്കാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു എല്ലാവരും ശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് സെൽഫി എടുക്കാൻ പറ്റിയില്ല. പിന്നെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആപ്പ കയറുന്ന ഷവായ ഇടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷവായ കാണിച്ചപ്പോൾ അന്ന് ഷവായ കഴിക്കാറുണ്ടോ, അങ്ങനെ കുട്ടികൾ ഷവായൊക്കെ കൊടുന്ന്. അപ്പോൾ ആ ഷവായ എടുത്താണ്ട് ഷായും എന്താട്ടി ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, ഓൾ കൊടുക്കാറുണ്ടായില്ല. പിന്നെ ഷാലാകുന്ന ഞാൻ കൊടുക്കാറുണ്ട്, ഓനും വാങ്ങി. പിന്നെ ഒന്നും വേണ്ട നമുക്ക് കഴിക്കാറുണ്ട്. ഷവായ തുറന്നു. അപ്പോൾ കയറാത്ത ഷവായ കേട്ടോ. അപ്പോൾ ഷവായ എൻ്റെ അമ്മ തന്നെയാണ് എല്ലാവർക്കും ഒരുക്കുന്നത്. ഒരുക്കം മീൻസ് എല്ലാവർക്കും ഇങ്ങനെ അളവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൊടുക്കുക. എല്ലാതും എൻ്റെ മമ്മി തന്നെയാണ് ചെയ്യൽ. അപ്പോൾ കേക്കും അതാണ് ഉമ്മാക്ക് തന്നെ എല്ലാവരും കൊടുത്തിരുന്നത്. അപ്പോൾ ഇതും കൊടുത്ത് അപ്പോൾ ഇതെല്ലാവരും എടുത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ നോക്കി നിൽക്കിയിരുന്നുണ്ട്, ഞാൻ എടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവിടെ നിർത്തിവെച്ചു. ഇങ്ങനെ പോയാൽ എനിക്കൊന്നും കിട്ടില്ല എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ നിർത്തിച്ച്. ഇതാണ് അപ്പത്തെ ഒച്ചയും സൗണ്ട് ഒക്കെ കേട്ടോ. അപ്പോൾ ഓല് രണ്ടാളും നിഷമായി ഷിതും കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തിലേക്ക് കൈയൊക്കെ കൊടുത്ത് കളിക്കായിരുന്നു. മീൻസ് ഒരു കൈ കൊണ്ട് എടുത്തപ്പോൾ മറ്റൊരു വെച്ചൊന്നും ഒന്നുമില്ല. ചിലപ്പം എന്താ പിന്നെ നീ കൈ കൊണ്ട് എടുത്തില്ല, അപ്പോൾ ആ കൈ കൊണ്ട് എടുക്കാനാണ് അങ്ങോട്ട് കൈ എടുത്ത് വിഷയൊക്കെ ചെയ്താൽ ചെയ്യുന്നത്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോകാനിറങ്ങാണ്. ഓരോരുത്തരും ഓരോ വണ്ടിക്കായിട്ട് പോവുകയാണ്. ഞാൻ ഇവരുടെ കൂടെ കാറ് കയറി. മഴ ആയിരുന്നു. പിന്നെ ടൈമും കുറേ ആയപ്പോൾ ഷിതുവിനെ കൊണ്ട് വീട് വരെ ആക്കിച്ചിട്ടുണ്ട് വെച്ചാണ്ട് ഓരോന്നോട് കാറ് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാറിൽ പോന്ന് എല്ലാവരും കൂടി കാറിൽ നിന്ന് കേക്ക് ബാക്കി ഉണ്ടായിരുന്നു. ബാക്കി പീസ് പുല്ലൂർക്ക് കൊണ്ടുപോകാൻ ഞങ്ങളപ്പം ഒക്കെ മടി വെച്ച് ഞങ്ങൾ അങ്ങനെ പോയി. ഫുൾ രാത്രി ലേറ്റ് ആയതുകൊണ്ട് തന്നെ റോട്ടിലൊന്നും വല്ലാണ്ട് ആൾക്കാരൊന്നും ഇല്ലേനു. നല്ല നേരം വൈകുന്നു, 1 മണി ആവാനായിരുന്നു വീട്ടിൽ എത്തിയപ്പോൾ. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ ഇറക്കിയോര് പോയിട്ടോ. അതിന് പിറ്റേന്ന് രാവിലെ ഞാൻ ഓൾറെഡി മാവ് ഞാൻ തലേന്ന് ഉണ്ടാക്കാൻ വെച്ചിരുന്നു. ഞാൻ ഫത്തായർ ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ മാവ് ഓൾറെഡി ഞാൻ വെച്ചിരുന്നു. പിന്നെ ഇവർ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാനപ്പോൾ തന്നെ ഞങ്ങളെടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ രാവിലെ ഒന്നും മുടന്നില്ല. വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങലുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ എഴുതിയാണ്ട് ഇറങ്ങി. അതിൻ്റെ സൈഡിൽ കൂടെ കോഫിയും കുടിച്ച്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് നോക്കിയാൽ മതി.
പിന്നെ വല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. കുറേ ആയി ഉണ്ടാക്കണം വിചാരിക്കുന്നു. വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. പക്ഷേ എനിക്ക് അത്രക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. സംഭവം കഴിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും എനിക്കതിൻ്റെ മാവ് പുറത്തുനിന്ന് കാണാൻ എനിക്ക് അത്ര സുഖം തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് സത്യം പോലെ പറയണല്ലോ. അതുകൊണ്ട് ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തതല്ല സ്ഥിതിക്ക് പിന്നെ ബർത്ത്ഡേ വീഡിയോക്ക് എന്തായാലും ബാക്കിയൊന്നുമില്ല. ഒരു കുഞ്ഞു വീഡിയോ അതിൻ്റെ ബാക്കിയായിട്ട് ഉണ്ടാക്കിയതാണ് ഞാനിത്. ഫുൾ ഇൻഗ്രീഡിയൻസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും, അത് നോക്കിയാൽ മതി വേണ്ടവർക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ ഇപ്പം എനിക്ക് വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ കൊണ്ടുവന്നപ്പോൾ വിളിച്ചടിച്ച് ഒക്കെ അടുത്താണ്. അപ്പോൾ അതായിട്ട് കോഫി ഞാൻ ഉണ്ടാക്കുന്ന ഇടയിൽ കോഫി കുടിക്കാൻ അവിടെ സൈഡിൽ മാറ്റി ചിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോഫി കുടിച്ച് ചീസൊക്കെ ഞാൻ ഓൾറെഡി എനിക്ക് മൊസറല്ല ചീസ് വാങ്ങിയിരുന്നു. എൻ്റെ അടുത്ത് മൊസറല്ല ചീസ് ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് സ്ലൈസ് ചീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പറ്റൂലായിരുന്നു ഞാൻ മൊസറല്ല ചീസ് വാങ്ങിയതാണ്. അപ്പോൾ അതാ ഏകദേശം നല്ല പൊന്തി വന്നീന് കേട്ടോ മാവ്. ഇന്നലെ ഒക്കെ വെച്ചപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ കയറ്റിയതുകൊണ്ട് തന്നെ മാവ് ആകെ താന്നു പോയി. പിന്നെ രാവിലെ ഞാൻ പുറത്ത് വെച്ച് അത് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ നല്ല പൊന്തി. ഇനി കൂടുതൽ വെക്കാൻ പറ്റില്ല, ഓൾറെഡി ഈസ്റ്റിട്ട് വരുന്ന സാധനമല്ല. അപ്പോൾ കൂടുതൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ സംഭവം ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഇനിയും പൊന്തണമെന്നായിരുന്നു. പിന്നെ ഞാൻ വല്ലാണ്ട് വെച്ചില്ല. പിന്നെ ഞാൻ മാവ് വെട്ടിയിൽ ചെറിയ അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും എനിക്ക് വെള്ളം കൂടുതലാവലാണ്. ഇപ്രാവശ്യം എനിക്ക് വെള്ളം കമ്മിയാവുക ചെയ്തത്. അതുകൊണ്ടാവാം വല്ലാണ്ട് പൊന്തിയിട്ടൊന്നുമില്ല. എന്നാലും ഏകദേശം പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ എടുത്ത് ഞാൻ എന്താട്ടി ഫത്താറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരത്തിയൊക്കെ വെച്ച് ആക്കി. പിന്നെ ആ ഒരു ഫോൾഡിങ് വരുന്നുണ്ട് ഫത്താറിൻ്റെ സൈഡ് മൊത്തം. അതിൻ്റെ ഉള്ളിൽ ഞാൻ ചീസ് വെച്ചിട്ടുള്ള ഒരു ഐഡിയയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഞാൻ ചീസ് വെച്ച് പിന്നെ ആ ഫോൾഡിങ് ആക്കി ഏകദേശം ഒരു ലെവലിൽ ഫത്താറിൻ്റെ ഷേപ്പൊക്കെ ആക്കിയെടുത്തു. പക്ഷെ അത്ര പെർഫെക്റ്റ് ഒന്നല്ല, ആദ്യമായിട്ട് ഉണ്ടാക്കാൻ അതിൻ്റെ എല്ലാവരും ചിലതുണ്ട്. അപ്പോൾ അതാണ് അതിക്കുള്ള മസാലയാണ്. എനിക്ക് വല്ലാണ്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഹാഫായിട്ട് നമ്മുടെ അടുത്തില്ല എന്താണ് മസാല, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ഒരു ഡോ ഞാൻ ഓൾറെഡി 2 പാർട്ടാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട് എൻ്റെ ഡോ. അപ്പോൾ അതിൽ ഫസ്റ്റത്തിൽ ഞാൻ എൻ്റെ അടുത്ത് സ്ലൈസ് ചീസും ഉണ്ടായിരുന്നു, എക്സ്ട്രാ മൊസറല്ല ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ചീസും മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ ഉണ്ടാക്കിയത്. സെക്കൻഡിൽ പിന്നെ അങ്ങനെ ഒന്നുമില്ല, മൊസറല്ല ചീസ് മാത്രം വെച്ചിട്ടാണ്. അതിനെ വല്ലാണ്ട് മൊസറല്ല ചീസ് ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല, കമ്മിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും ഫത്താറിൻ്റെ വലിയ ഷേപ്പൊന്നും ആയിട്ടില്ല, പല ആകൃതിയുള്ള ഷേപ്പുകളായിട്ടുണ്ട്. അപ്പോൾ ഉള്ള കുറച്ച് മൊസറല്ല ചീസ് ആക്കിയിട്ടാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളത് സ്റ്റോക്ക് വെച്ചു. പക്ഷേ എനിക്കില്ല ഒന്നും കൂടി എൻ്റെ പാൻ എക്സ്പീരിയൻസ് കാട്ടി ബെറ്ററായിട്ട് തോന്നിയ എയർ ഫ്രയറിലാണ്. ഞാൻ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിരുന്നു വേറെയും കുറേ സംഭവങ്ങൾ, അതൊക്കെ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇത് എനിക്ക് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല. മാവ് മുകളിലൊരു മീൻസ് വേവാത്ത മാതിരിയാണ് തോന്നിയത്. പക്ഷേ അങ്ങനെ തോന്നിയിട്ട് ഞാൻ എഗ്ഗൊക്കെ ആക്കി നോക്കി, അതാക്കിയിട്ടും എനിക്ക് അത്ര പറ്റിയിട്ടില്ല. പക്ഷെ സംഭവം കഴിക്കാനൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ ഇതൊന്നും ബാക്ക്ഗ്രൗണ്ട് അത്ര പറ്റിയിട്ടില്ലായിരുന്നു. എയർ ഫ്രയറിൽ എനിക്ക് പക്കായിട്ട് കിട്ടിയിരുന്നു എഗ്ഗൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഇതിൽ ഉമ്മാൻ്റെ ജെന്യൂനായിട്ടുള്ള ആൻസർ ഉമ്മ പറയുന്നുണ്ട്, കണ്ടോളി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ബൈ. അങ്ങനെ ഉണ്ട് മാം, സൂപ്പർ, സത്യം ബൈ. സത്യമായിട്ട്